ഒഴിവാക്കി ബി.ജെ.പി. നേതാക്കളാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. ഇതേ ചടങ്ങിൽ പങ്കെടുത്ത സുരേഷ് ഗോപിയാണ് വയൽക്കിളി സമരത്തിനൊപ്പം ചേർന്ന് നാഷണൽ ഹൈവേ പ്രവർത്തനം തടസ്സപ്പെടുത്തിയത്. ഉദ്ഘാടനം വിവാദമായതോടെ സോഷ്യൽ മീഡിയയിൽ പഴയ വീഡിയോ വീണ്ടും ചർച്ചയാവുകയാണ്. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി ചടങ്ങിൽ പങ്കെടുത്തത് ബി.ജെ.പി. നേതാക്കൾ. സ്വാഗതം പറഞ്ഞത് സുരേഷ് ഗോപിയാണ്. അദ്ദേഹം പറയുന്നത് ആദ്യം കേൾക്കാം. ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെയാണ് എന്റെ ഹൃദയം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്നത്. The highway projects will drastically reduce travel times and ensure the safety of our communities with modern pedestrian underpasses and overbridges. ഇതേ സുരേഷ് ഗോപിയാണ് വയൽക്കിളി സമരത്തിനൊപ്പം ചേർന്ന് നാഷണൽ ഹൈവേ പ്രവർത്തനം തടസ്സപ്പെടുത്തിയത്. വയൽക്കിളി സമരത്തിൽ നിന്ന് മണ്ണും ശേഖരിച്ച് നാഷണൽ ഹൈവേ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ അന്ന് സുരേഷ് ഗോപി ദില്ലിക്ക് പോയി. സുരേഷ് ഗോപിയുടെ അന്നത്തെ പ്രസംഗം ഒരിക്കൽ കൂടി. പക്ഷം ചാരലുമില്ലാതെ, ഒരു പ്രീണനവുമില്ലാതെ, പ്രകൃതിയെ ദ്രോഹിക്കാതെ, ജലസ്രോതസ്സുകളുടെ മൂക്കും കാതും അടയ്ക്കാതെ ഉള്ള ഒരു വികസനം ഏത് ഒരു നല്ല ഭരണകർത്താവിന്റെയും ലക്ഷ്യമായിരിക്കും. ഇനി ചില വസ്തുതകളിലേക്ക്. മുടങ്ങിക്കിടന്ന ദേശീയപാത നിർമ്മാണം പുനരാരംഭിച്ചത് പിണറായി സർക്കാർ. പൊതുമരാമത്ത് വകുപ്പാണ് ദേശീയപാത പ്രവർത്തനങ്ങളുടെ നോഡൽ ഏജൻസി. ഭൂമി ഏറ്റെടുക്കലിനായി LDF സർക്കാർ ചിലവഴിച്ചത് 5800 കോടി രൂപ. എന്നിട്ടും ഉദ്ഘാടനത്തിന് വേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി കയറിയിരുന്നത് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ബി.ജെ.പി. നേതാക്കൾ. ഇതിനൊപ്പം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് ഒരിക്കൽ കൂടി വായിക്കുന്നത് നന്നാകും. കുറിപ്പിൽ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരണവും ആയിരിക്കും. ഇത് രണ്ടും വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും. ഒരു പ്രവചനത്തിന് മുതിരുന്നില്ല.